Dear students, very good morning. Once more all are welcome to Cost Accounting new video classroom. In this video, we are going to discuss process costing fourth part. Process costing with loss in weight and stocks relating to previous process are known. ലോസ് ഇൻ വെയ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ലോസ് ഇൻ വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ ലോസ് ഇൻ വെയ്റ്റിൻ്റെ വോളിയം നമ്മൾക്കറിയാം, അത് ക്വസ്റ്റ്യൻ തന്നിരിക്കും. ലോസ് ഇൻ വെയ്റ്റ് ഇത്രയാണ് എന്നുള്ളത്, ഒരു സർട്ടൺ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ സ്റ്റോക്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ് പ്രോസസ്സിലെ സ്റ്റോക്കും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ്. ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ഷൻസ് ഉണ്ടാകുമ്പോഴും അതിൻ്റെ പെർ യൂണിറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിൻ്റെ യൂണിറ്റ്സിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ഏരിയയിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുക, ആസ് യൂഷ്വലി ഫസ്റ്റ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിങ് ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽസും അല്ലെങ്കിൽ എക്സ്പെൻസസ് എല്ലാം തന്നിരിക്കും. അത് വെച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് ഫൈൻഡ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നോർമൽ പ്രോസസ് ലോസ് ഇൻ വെയ്റ്റ് അഥവാ ലോസ് ഇൻ വെയ്റ്റ് ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളതാണ്. മൂന്നാമത്തെ കേസ് ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഇൻ വെയ്റ്റ് നമുക്കറിയാം, അതുപോലെ പ്രീവിയസ് പ്രോസസ്സിലുണ്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയും എത്രയാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽ എത്രയാണെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ്. ഇപ്പോൾ യൂണിറ്റ്സിൽ പ്രൊഡക്ഷൻ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് മോർ ഓൾ ആർ വെൽക്കം ടു ന്യൂ വീഡിയോ class. Let's go a simple formula to find out production in units. Opening stock plus output received from the preceding process minus units of wastage plus closing stock. So opening stock ന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും, that means in units നമുക്ക് തന്നിരിക്കും. Then output received from the preceding process. For example, A, B, then C, അങ്ങനെ 3 പ്രോസസ്സ് ഉണ്ട് വരിക. അപ്പോൾ ബി പ്രോസസ്സിലായിരിക്കും ഇത് ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ് എ ആണ്. അപ്പോൾ ഈ പ്രോസസ് എയിലെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ യൂണിറ്റ്സ്, ഓക്കെ, എയിലെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തതിൻ്റെ യൂണിറ്റ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ബി പ്രോസസ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അറിയും, അതായത് റൈറ്റ് ചെയ്യും. ഇത് എ പ്രോസസ്സിലുള്ള ഔട്ട്പുട്ട് മൈനസ് യൂണിറ്റ്സ് ഓഫ് വേസ്റ്റേജ്, പ്രോസസ് ബിയിലെ വേസ്റ്റേജ്, പ്രോസസ് ബിയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രോസസ് ബിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ 3 സീരീസ് ഓഫ് പ്രോസസ് ഉണ്ടെങ്കിൽ ബി അതുപോലെ സി ഇതിൻ്റെതായിരിക്കും നമുക്ക് വേസ്റ്റേജ് തന്നിട്ടുണ്ടാവുക, അതുപോലെ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ യൂണിറ്റ്സ് പ്രൊഡക്ഷൻ്റെ യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രൊസീഡിംഗ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് ദെൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് യൂണിറ്റ്സ് ഓഫ് വേസ്റ്റേജ് ഓഫ് പ്രോസസ് ബി ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രോസസ് ബി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് ദ യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പ്ലീസ്. എ ഫാക്ടറി പ്രൊഡ്യൂസിംഗ് എ കമോഡിറ്റി ഇൻ ദ മാനുഫാക്ചർ ഓഫ് വിച്ച് 3 പ്രോസസ് ആർ ഇൻവോൾവ്. പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്സ് showing the cost of output and per unit. Cost of output അതുപോലെ per unit ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. Then direct wages,
process A, process B and process C. 6,400, 12,000, 29,250. Machine expense 3,600, 3,000, 3,600. Factory on cost 2,000, 2,250 and 2,400. Raw material consumed 24,000 rupees, 24,000. Okay, raw material consumed. Production gross in units 37,000. Total 37,000. Wastage 1,000, then 1,500 and 500. Stock 1st April 2020, that means opening stock. Process B 4,000, process C 16,500. Stock 31st December 2020, that is closing stock. 1,000 process B, 5,500 process C. Okay. The cost of the output per unit find ചെയ്യണം. 3 പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത്. ഒന്നും ചെയ്യാനില്ല, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ഫോർമാറ്റ് ഡ്രോ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ പഠിച്ചിട്ടുള്ള ലോസിംഗ് വെയിറ്റ് എന്നുള്ള ഇവൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് പോസ്റ്റിൽ, അതും അതുപോലെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട്, ആ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ് എ ഡ്രോ ചെയ്യാം. പ്രോസസ് എ പ്രിപ്പയർ പ്രോസസ് എ. ഫോർമാറ്റിലൊന്നും ഒരു മാറ്റമില്ല, അതിന് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോസസ് എ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഡയറക്റ്റ് വേജസ് ഉണ്ട്, മെഷീൻ ഉണ്ട്, ദെൻ ഫാക്ടറി ഓൺ കോസ്റ്റ് ഉണ്ട്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് rupees 24,000 ആണ്, പ്രൊഡക്ഷൻ ഗ്രോസ് 37,000 യൂണിറ്റ്സ് ആണ്, വേസ്റ്റേജ് 1,000 ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിന് ഇല്ല, ക്ലോസിംഗ് സ്റ്റോക്കും പ്രോസസ് ഏക്കില്ല. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇവന്റ് എന്ത് ചെയ്യാം, അതുപോലെ റെക്കോർഡ് ചെയ്യാം. ദെൻ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് rupees 24,000 എന്നാണ് പറയുന്നത്. അതായത് അത്രയും രൂപ എന്തിട്ടുണ്ട്, പ്രോസസ് എ ചിലവാക്കിയിട്ടുണ്ട്, അത്രയും തുക 24,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്ര തന്നിട്ടുള്ളത്, 37,000. 37,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 24,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ചെയ്യുക. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത് 24,000 rupees, ദെൻ പ്രൊഡക്ഷൻ 37,000 യൂണിറ്റ്സ്. ഇവിടെ യൂണിറ്റ്സ് ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്, ഇവിടെ റുപ്പീസ് റൈറ്റ് ചെയ്യുന്നത്. യൂണിറ്റ്സ് റുപ്പീസ്. ഓക്കെ, യൂണിറ്റ്സ് 37,000 യൂണിറ്റ്സ് ആണ്, 24,000 ആണ് റുപ്പീസ്. തിരിച്ച് ചെയ്യരുത്, 37,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 24,000 രൂപ വന്നു എന്നാണ് പറഞ്ഞത് പ്രോസസ് എ. ഓക്കെ, ദെൻ ഡയറക്റ്റ് വേജസ് 6,400. സോ വേജസ് 6,400. മെഷീൻ എക്സ്പെൻസ് 3,600. മെഷീൻ എക്സ്പെൻസ് 3,600. Then factory on cost 2,000. Factory on cost 3,000. ക്ലിയർ ആണല്ലോ? അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫാക്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുക. 2,000 ഫാക്ടറി ഓൺ കോസ്റ്റ് 2,000. സോറി 2,000 ഫാക്ടറി ഓൺ കോസ്റ്റ് 2,000. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വേസ്റ്റേജ് 1,000. അപ്പോൾ റൈറ്റ് ബൈ വേസ്റ്റേജ് പ്രോസസ് ചെയ്ത് 1,000 ആണ്. ഇവിടെ എന്താ റുപ്പീസ് ഉണ്ടാവില്ല, വേസ്റ്റേജ് എല്ലായ്പ്പോഴും ക്വാണ്ടിറ്റി മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഫാക്ടറും നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫൈൻഡ് ചെയ്യുക, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ 37,000 ടോട്ടൽ യൂണിറ്റ്സ് 37,000. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു.
കൂടെ 0, then again 0, then 6 plus 4, 10, then again 1, then 6 plus 4, 10, then 50, then 60, again 1, then 36,000. Okay, for rupees 36,000. 36,000. Here 37,000. 37. Clear again? 37,000 then 36,000. Total balance is 36,000. 36,000. Okay. Now output rupees right here level balance 36,000. Okay. Total ഈ വാല്യൂസ് ആണ് പ്രോസസ് ബിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ എഴുതുന്നു ബൈ പ്രോസസ് ബി ട്രാൻസ്ഫർ. പ്രോസസ് ബി ട്രാൻസ്ഫർ 36,000. ഇവിടെ per unit ഫൈൻഡ് ചെയ്യും. 36,000 rupees divided by 36,000 units. So answer is 1. Per unit cost ₹1. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. കോസ്റ്റ് പെർ യൂണിറ്റ് ₹1 ആണ്. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? പ്രോസസ് 2 ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ പ്രോസസ് 2. സെയിം മെത്തേഡ് നമ്മൾ പ്രോസസ് 2 ഫൈൻഡ് ചെയ്യണം. പ്രോസസ് 2 പ്രോസസ് that means പ്രോസസ് ബി. എ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോസസ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോസസ് ബി ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000 യൂണിറ്റ്സ് ആണ്. ഇതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 1 ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും യൂണിറ്റ്സ് തന്നാൽ പെർ യൂണിറ്റ് പ്രൊസീഡിംഗ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്ത സമയത്ത് എത്രയാണോ പെർ യൂണിറ്റ് കിട്ടിയിട്ടുള്ളത് ആ വാല്യൂ ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോസസ് ബിയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000 ആണ്. 4,000 യൂണിറ്റ്സ്. ഇവിടെ പെർ യൂണിറ്റ് 1 ആണ്. സോ അറ്റ് ₹1 will get 4,000. Clear? Then direct wages. The process B ന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ പ്രോസസ് എ ട്രാൻസ്ഫർ ചെയ്യുന്നു 36,000 യൂണിറ്റ്സ് then 36,000 rupees. ഈ പ്രോസസ് ബി ന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെ എൻ്റർ ചെയ്യുന്നു. then ഇനി വേജസ് പ്രോസസ് ബി ന്റെ വേജസ് 12,000 rupees. 12,000. then മെഷീൻ്റെ കോസ്റ്റ് 3,000. മെഷീൻ്റെ കോസ്റ്റ് 3,000. then factory own cost 2250. factory own cost 2250. okay, then wastage 1,500. why wastage 1,500? remember it's only units, no value. okay, 1,500. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഓരോ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ബാലൻസ് ഫൈൻഡ് ചെയ്യണം. പ്രോസസ് ഇതിൻ്റെ ബാലൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇത് ഫൈൻഡ് ചെയ്യുന്ന സമയം 14,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 4,000 പ്രോസസ് എ അതായത് പ്രൊസീഡിംഗ് പ്രോസസ്സിലെ ബാലൻസ് 36,000 ടോട്ടൽ 40,000. then okay, then amount column, then 250, 10, 15, then 17, remaining 1, then 4, 5, 57, 250. like post 57, 250. here 40,000. okay, ഇവിടെ 40,000 then 1,500 ആണ് ഇവിടെ ഉള്ളത് ഡിഫറൻസ് വാല്യൂ. പക്ഷെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് റൈറ്റ് ചെയ്യാൻ അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ എത്ര? പ്രോസസ് 1,000 ആണ്. നമുക്കറിയാം പെർ യൂണിറ്റ് 1 ആണ്.
ഇവിടെ 1000. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യും. 40,000 മൈനസ് 2,500. Here 57,250 minus 1,000. Balance 56,250. 2,500 കൊടുക്കുന്നു. 37,500. That means process C, that is transfer. Process C ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് 37,500 56,250. Is it clear? Then ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് പ്രോസസ് സി. അപ്പോൾ പ്രോസസ് സിയോട് കൂടി ഇത് എൻഡ് ആവുകയാണ്. ഇവിടെ വേസ്റ്റേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ് 1,500. ഇവിടെ 1,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അതുപോലെ ഇനി എന്ത് ചെയ്യാനുണ്ട്? പ്രോസസ് സിയും വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ് സി വർക്കൗട്ട് ചെയ്യാം. പ്രോസസ് സി ഒരു യൂണിറ്റ് വാല്യൂവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പ്രോസസ് ഓക്കെ, then process C wages opening stock 16,500. Opening stock 16,500 യൂണിറ്റ്സ് ആണ്. 16,500 ഇവിടെ കിട്ടിയിട്ടുള്ളത് പെർ യൂണിറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ 56,250 divided by 37,500. Okay, 56,250 divided by 37,500 per unit 1.50. ഒരു രൂപ 50 പൈസയാണ് per unit. ഇപ്പോൾ എന്ത് ചെയ്യാം? അറ്റ് 150 ഒരു രൂപ 50 പൈസ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയം 24,750 ഓപ്പണിംഗ് സ്റ്റോക്ക്. Then wages process B ന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ പ്രോസസ് B ട്രാൻസ്ഫർ ചെയ്യുന്നത് 37,500 then 56,250 പ്രോസസ് B. Then wages machine wages machine wages machine factory cost factory full cost amount 29,250 3,600 29,250 3,600 2,400 2,400 wastage 500 wastage only units 500 closing stock closing stock 5,500 into at 1.50 5,500 യൂണിറ്റ് 8250. ഓക്കെ, 8250 ഇത്രയും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് എന്ത് ചെയ്യാനുണ്ട്? ബാലൻസ് എല്ലാം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, ഇതിലെ എക്സ്പെൻസ് പ്രോസസ് ബിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതും റൈറ്റ് ചെയ്തു. ഓക്കെ, 000 then 4 4 5 54,000 then okay, then rupees 2 6 1 1 1,16,250 1,16,250 and right 54,000 1,16,250. okay, ഇവിടെ 54,000 നിന്ന് 6,000 മൈനസ് ചെയ്യാണ്. സോ 48,000 ബാലൻസ്
ഫിനിഷ്ഡ് സ്റ്റോക്ക് ഇത് per unit ഫൈൻഡ് ചെയ്യാനുണ്ടാവും. 1,16,250 നിന്ന് 8,250 മൈനസ് ചെയ്യുന്നു. ദെൻ 1,08,000 rupees. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ per unit ഫൈൻഡ് ചെയ്യുമ്പോൾ 1,08,000 ഡിവൈഡഡ് ബൈ 48,000. 1,08,000 രൂപയാണ് ടോട്ടൽ വാല്യൂ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് 48,000 ഡിവൈഡ് ചെയ്യുന്നു 2.25 per unit cost. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യാനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേസ്റ്റേജും റെക്കോർഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും റെക്കോർഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രൊസീഡിംഗ് പ്രോസസ്സിലെ ഔട്ട്പുട്ടിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്താണോ അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യും. ഓക്കെ, പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് കോസ്റ്റ് ചെയ്യുന്നു. വേസ്റ്റേജ് എല്ലായ്പ്പോഴും റുപ്പീസ് അവൈലബിൾ ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓൺലി ക്വാണ്ടിറ്റി മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രോസസ് 1 ₹1 ആണ് പെർ യൂണിറ്റ്. പ്രോസസ് ബിയിൽ 1.50 ആണ്. തേർഡ് വൺ 2.25. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഒരു 2 or 3 ടൈംസ് ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. എക്സാമിന് ചോദിക്കും. കാരണം വളരെ ഡയറക്റ്റ് കോസ്റ്റ് ചെയ്യാവുന്ന ഇവരുടെ ഉള്ളൂ. പുതുതായിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതൊന്നുമില്ല. ഒരു പെർ യൂണിറ്റ് വാല്യൂ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.